ഇന്ന് നമ്മളൊരു മട്ടൻ സൂപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. സൂപ്പിന് പിന്നെ എല്ലാവർക്കും അറിയാലോ, കൂടുതലും എല്ലാമാണ് വേണ്ടുന്നത്. നമ്മളിവിടെ ലെഗ് പീസും പിന്നെ വാരിയിലാണ് കേട്ടോ കൂടുതലും കിട്ടിയിട്ടുള്ളത്. സൂപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൊച്ചുള്ളി 25 എണ്ണം, 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 10 എണ്ണം ചെറുതായി അരിഞ്ഞില്ലെങ്കിലും ചതച്ചിട്ടാലും മതി കേട്ടോ. പിന്നെ ബേലീഫ് ഒരെണ്ണം, ഗ്രാമ്പൂ ഒരു 4-5 എണ്ണം, പിന്നെ കുറച്ച് മല്ലി, ഏലക്ക 4 എണ്ണം, ജീരകം അതായത് സാധാ ജീരകം 1/2 സ്പൂൺ, പെരിഞ്ജീരകം 1/2 സ്പൂൺ, അതായത് നമ്മുടെ മസാലയുടെ ജീരകം 2 ജീരകം വേണം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അടച്ചു വെച്ച് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് 10 വിസിൽ അടുപ്പിക്കണം കേട്ടോ. എന്നെങ്കിൽ നന്നായിട്ട് വെന്ത് കലങ്ങി അതിന്റെ ആ സത്തൊക്കെ വരുത്തോളൂ. അങ്ങനെ ടോട്ടൽ 11 വിസിലടിച്ച് കുക്കർ കൊണ്ട് മാറ്റി വെച്ചതേ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 4-5 കൊച്ചുള്ളി അരിഞ്ഞതും അതിന്റെ കൂടെ തന്നെ കറിവേപ്പിലയുടെ ഇട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയുണ്ട്, ഇതിന് 1 ടീസ്പൂൺ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊച്ചുള്ളി ഇപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനി നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം കേട്ടോ. അതിനകത്തോട്ട് താളിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതേ മട്ടൻ ഈ ഒരു പരുവത്തിലായി ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്കിപ്പോൾ താളിച്ചു കൊടുക്കാം. ശേഷം എന്താ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കി അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ട് പാകത്തിനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിമിൽ വെച്ച് ഒരു തിള വന്നപ്പോഴത്തേക്കിനും ഓഫാക്കി വെച്ച് നമ്മുടെ സൂപ്പ് റെഡി.